ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ മാസം നിങ്ങൾക്ക് എത്ര രൂപ, ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എത്ര രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടി? നിങ്ങൾ എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു? നിങ്ങൾക്ക് എത്ര രൂപ ലോൺ ഉണ്ട്? നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു? ഇതുവരെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ കറണ്ട് വാല്യൂ എത്രയാണ്? ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? എത്ര രൂപ നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും? എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ടാക്സ് സേവ് ചെയ്യാം? ഇതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായ നമ്പർ പറയാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഫിനാൻസ് ട്രാക്ക് ചെയ്യുന്നു എന്നർത്ഥം. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പാരൻസൊക്കെ പെന്നയും പേപ്പറും എടുത്ത് വെച്ച് അതിൽ വന്ന വരുമാനം എത്രയാണ്, ഇൻകം വരുന്നത്, എത്രയാണ് ചിലവ് വരുന്നതെന്ന് പേനയും പേപ്പറും എടുത്ത് വെച്ച് എഴുതി വെക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോൾ പോയി. ഇപ്പം എല്ലാം മൊബൈലിലും ആപ്പും ഡിജിറ്റലും ആയതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല. പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നു, ബാർകോഡ് സ്കാൻ ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് പോകുന്നതിനെ കുറിച്ചോ വരുന്നതിനെ കുറിച്ചോ കൃത്യമായൊരു ധാരണയില്ല. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കുട്ടികളുടെ സ്കൂൾ ഫീസ്, വീട്ടിലെ ചിലവ്, മറ്റ് റീചാർജ് എല്ലാം കൂടി ഒരു 10-25,000 രൂപ ചിലവായി എന്ന് പറയും. ഒരു സാധാരണക്കാരനായ ഒരു മലയാളി പറയുന്ന ഉത്തരവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇത് കൃത്യമായ ഫിനാൻഷ്യൽ അച്ചടക്കം ഇല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും. അതിന് കാരണം നമ്മൾ ഇത് എഴുതി വെക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത് നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇന്ന് പണ്ട് ആളുകൾ പെന്നും പേപ്പറും ഉപയോഗിച്ച് വരുമാനം എഴുതി വെച്ചതുപോലെ അല്ലെങ്കിൽ ചെലവുകൾ എഴുതി വെച്ചതുപോലെ ചെയ്യണമെന്നില്ല. ഇന്ന് ഡിജിറ്റൽ വേൾഡാണ്, എല്ലാം നമുക്ക് ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന കാലഘട്ടമാണ്. ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ഫിനാൻസ് ട്രാക്കർ എന്ന് പറയുന്നത്. കൃത്യമായ നമ്മുടെ ഫിനാൻസിനെ നമ്മൾ ട്രാക്ക് ചെയ്യണം. വരുമാനത്തെ, ചെലവിനെ, കടങ്ങളെ, ലയബിലിറ്റീസുകളെ, ഇൻവെസ്റ്റ്മെൻറ്റുകളെ, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, എമർജൻസി ഫണ്ട്, അതേപോലെ ലാൻഡ് പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ അത്, ഗോൾഡ് കോയിൻസ്, ഗോൾഡ് ETF, ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് കൃത്യമായ നമ്പർ വെച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നത് ഒരു ഡിസിപ്ലിനോട് കൂടിയുള്ള പോക്കാണെന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയും. അതിനോടൊപ്പം തന്നെ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റ് പോയി ചേരേണ്ടത് നിങ്ങൾക്ക് ഭാര്യയ്ക്കോ നിങ്ങളുടെ മക്കൾക്കുമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോ മക്കൾക്കുമാണ്. പക്ഷെ നിങ്ങൾ കൃത്യമായി ഇത് എവിടെയെങ്കിലും ഒക്കെ എഴുതി വെച്ചില്ല എങ്കിൽ നാളെ അവർക്ക് അറിയില്ല നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടായിരുന്നു, എത്ര കടം ഉണ്ടായിരുന്നു, നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളൊക്കെ എവിടെയാണെന്ന്. അവരാരുടെ അടുത്ത് പോയി ചോദിക്കും, അവരെങ്ങനെ ഇത് റിഡംഷൻ ചെയ്തെടുക്കും. അപ്പം ഇതെല്ലാം അവർക്കും കൂടി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവരെ കൂടെ നിങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് വേണം നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫിനാൻസ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫിനാൻസ് ട്രാക്കറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിലും ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ സിമ്പിൾ ഇൻ്റർഫേസ് ഇവിടെ കാണിക്കാം. നിങ്ങൾ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന വെബ് പേജാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇട്ടിരിക്കുന്നത്. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ ലോഗിൻ പേജിലോട്ട് നമ്മൾ വരുന്നു. ഇവിടെ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നു, കാരണം എനിക്ക് എൻ്റെ ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കംഫർട്ടിന് വേണ്ടി കൊടുക്കുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ലോഗിൻ പ്രോസസ്സ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മളതുവരെ 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാന്നുള്ളൂ. ലോഗിൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡാണ് ഈ കാണിക്കുന്നത്. പെട്ടെന്ന് കാണിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇതിൽ ഈ ഇൻവെസ്റ്റ് ഇൻകം എന്ന് പറയുന്ന ടാബ്, ഫസ്റ്റ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ എക്സ്പെൻസ്, ചെലവുകൾ, എത്ര രൂപ സേവിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻകം, നിങ്ങൾക്ക് 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ അതിവിടെ കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ ആഡ് ഇൻകം എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ഏത് രാജ്യത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ കറൻസി ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം ഇവിടെ വരും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നിങ്ങൾ SIP ചെയ്യുന്നുണ്ടായിരിക്കും, മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണെങ്കിലും ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിലും അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എക്സ്പെൻസ്, നിങ്ങൾക്ക് എത്ര രൂപത്തിൽ എക്സ്പെൻസ് വരുന്നത്, ഞാൻ 2 എക്സ്പെൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൗസിങ്ങിൽ വരുന്ന എക്സ്പെൻസും, അതായത് നമ്മൾ ഗ്രോസറീസ് ഒക്കെ വാങ്ങുന്ന എക്സ്പെൻസ്, അതേപോലെ സ്കൂൾ ഫീസുകളിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ്. ഇങ്ങനെ 2 എക്സ്പെൻസ് ആഡ് ചെയ്തിന് 22,500 രൂപ ടോട്ടൽ എക്സ്പെൻസ് വരുന്നു. കൂടുതൽ എക്സ്പെൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തോട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് സേവിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം വന്നു,
നമ്മൾ എക്സ്പെൻസ് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ്സും ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ്സും ആക്ച്വലി നമ്മളെ സേവിങ്സ് ആണ്. അപ്പോൾ ഈ മാസം നമ്മൾ എത്ര രൂപ സേവ് ചെയ്തു? 27,500 രൂപ. 55% എൻ്റെ സേവിങ്സ് റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കാണിക്കുന്നത്. 55% ഞാൻ ഈ മാസം സേവ് ചെയ്തു. ഓരോ മാസവും നിങ്ങൾ സേവ് ചെയ്യുന്നത് എത്രയാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങൾ ഓരോ മാസം എത്ര കണ്ട് നിങ്ങൾ സേവ് ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഇപ്പോൾ ഈ മാസം നിങ്ങൾ 27,500 സേവ് ചെയ്തെങ്കിൽ അടുത്ത മാസം നിങ്ങളത് 27,600 ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് അത് നമ്മൾ ആ ഒരു ഇൻഫ്ലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവുകൾ കുറച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ സേവ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് ലയബിലിറ്റീസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കടങ്ങളോ EMI കാര്യങ്ങളോ നിങ്ങൾ അടക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞു, എക്സ്പെൻസ് പറഞ്ഞു, സേവിങ്സ് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സേവിങ്സ് എത്ര കണ്ട് കൂടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ടാബും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഈ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ടാബിൽ നമുക്കിവിടെ പോയിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഇവിടെ ചോദിക്കും. എമർജൻസി ഫണ്ട്, നിങ്ങളുടെ ടേം ഇൻഷുറൻസ് എത്രയാണെന്നുള്ളത്, നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് എത്രയാണെന്ന് ഈ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൂൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറയും. നിങ്ങളുടെ സ്കോർ ഇപ്പോൾ നിൽക്കുന്നത് 6.3 ഈ കൊടുത്ത ഡാറ്റ അനുസരിച്ചിട്ട്. ഇപ്പോൾ ഒരു 7.5 അതിന് മുകളിലോ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നർത്ഥം. ഇനി ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, അതും കൂടി നമുക്ക് ട്രാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അസറ്റ് എന്ന് പറയുന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡൊമസ്റ്റിക്കിൽ ഡിമാറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലൊക്കെ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്, ഇന്റർനാഷണൽ ഫണ്ട്, അതർ അസറ്റ് ലൈക്ക് റിയൽ എസ്റ്റേറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും അവിടെ ട്രാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൊമസ്റ്റിക്കലി ഇന്ത്യയിൽ മാത്രം എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇന്റർനാഷണലി എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന കറൻസി അനുസരിച്ച് യൂറോയോ ഡോളറോ ആയിട്ടത് മാറും. ഇനി ഇതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. വളരെ സിമ്പിളാണ്. ഈ മുകളിലുള്ള ഇമ്പോർട്ട് ബട്ടൺ കണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റിലുള്ള ഹോൾഡിംഗ് ആണെങ്കിൽ ഇത്രയും ബ്രോക്കർ, ഇപ്പം നിങ്ങൾ സിറോദയാണ് ഉപയോഗിക്കുന്നത്, സിറോദയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന പ്രോസസ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിനൊരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യേണ്ട. പിന്നെ ഈ ലൈവ് പ്രൈസ് എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ മുകളിലുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഷെയറുകളുടെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റഡ് ആകുന്നതാണ് ഈ ടൂളിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് എടുക്കാം. നിങ്ങൾ ഗ്രോയിലാണ് മ്യൂച്വൽ ഫണ്ട് എങ്കിൽ ഗ്രോയിൽ ക്ലിക്ക് ചെയ്യാം. ഗ്രോന്ന് ആ ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതും കഴിഞ്ഞു. ഇനി ഇന്റർനാഷണൽ ഫണ്ടുകളാണെങ്കിൽ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഇന്റർനാഷണൽ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് ബ്രോക്കറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ബ്രോക്കർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അലോക്കേഷൻ എന്ന് പറയുന്ന ടാബിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കണ്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ETF-ൽ, എത്ര സ്റ്റോക്സിൽ, എത്ര ലിക്വിഡ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡൊമസ്റ്റിക്കിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ മാത്രം, ഇന്റർനാഷണലി എത്രയാണ് ചെയ്തിട്ടുള്ളത്, ജോഗ്രഫിക്കലി ഗ്ലോബലി നിങ്ങൾ ഇന്ത്യയിൽ മാത്രമാണോ അതോ മറ്റ് കൺട്രീസിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കണക്ക് നിങ്ങളുടെ ഓരോ കൺട്രിയിലും നിങ്ങളുടെ റിട്ടേൺ ഇത്രയും കാര്യങ്ങൾ ഇത് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് തരും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അസറ്റിൽ ലാഭമുണ്ടെങ്കിൽ നമ്മൾ ആ ലാഭത്തിന് നമ്മൾ ടാക്സ് അടച്ചിരിക്കണം. അപ്പോൾ ആ ടാക്സിൻ്റെ കാൽക്കുലേഷൻ ഓരോ സ്റ്റോക്കിനനുസരിച്ചിട്ടും ഇവിടെ കൃത്യമായ അളവിൽ ഇത് കാണിച്ചു തരും. ഇത്ര രൂപയായിരിക്കും നമുക്ക് ടാക്സ് വരുന്നത്. ടാക്സ് കഴിഞ്ഞ് ഇപ്പം ഈ പോർട്ട്ഫോളിയോയ്ക്ക് ഇത്ര രൂപ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പം വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്നർത്ഥം. ഇനി നമുക്കിപ്പോൾ എല്ലാം കൂടി ഒരുപക്ഷെ നമ്മൾ വിൽക്കണം എന്നില്ല. ചിലപ്പോൾ 1-2 കാര്യങ്ങളായിരിക്കും അസറ്റായിരിക്കും നമ്മൾ വിൽക്കുന്നത്. അതനുസരിച്ച് നമുക്കിവിടെ പ്രീ റിഡംഷൻ ടാക്സ് കാൽക്കുലേറ്റർ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ BSEയുടെ സ്റ്റോക്സ് ഞാൻ വിൽക്കാൻ പോകുമെന്ന് വിചാരിക്കും. അപ്പോൾ BSEയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അതിൽ ടാക്സ് എല്ലാം കഴിഞ്ഞ് എത്ര രൂപ എനിക്ക് കിട്ടും? 64,235.22. വളരെ കൃത്യമായിരിക്കും ഇതിൻ്റെ എമൗണ്ട്. ഈ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരാൻ പോകുന്നതെന്നർത്ഥം. ഇനി നമ്മളെ ഡാഷ്ബോർഡാണ് എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 15 lakhs ആണ് പ്രോഫിറ്റ്, 4,26,000 ആണ് ലാഭമുള്ളത്. അതിൽ ഡൊമസ്റ്റിക് ഇന്ത്യൻ ഫണ്ടുകളിൽ എത്രയാണ് നമുക്കുള്ളത്, അതിൽ മ്യൂച്വൽ ഫണ്ടിൽ എത്രയുണ്ട്, സ്റ്റോക്കിൽ എത്രയുണ്ട്, ETF-ൽ എത്രയുണ്ട്, അതേപോലെ ഇന്റർനാഷണൽ നമ്മൾ ഏത് ബ്രോക്കർ ഉപയോഗിക്കുന്നു അതിൽ നമുക്ക് അതിൻ്റെ കറൻസിയിൽ എത്രയുണ്ട്, അത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് കടങ്ങൾ, ലയബിലിറ്റീസുകൾ അതുണ്ടോ, നമ്മുടെ ഓരോ മന്തിലെയും
നമ്മുടെ സേവിങ് എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്. ഒരിക്കലും എക്സ്പെൻസ് സേവിങ്ങിനേക്കാളും കൂടാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ കൂടി ഇവിടെ കാണിക്കുന്നു. ഗ്രീൻ കളറുള്ളത് നിങ്ങളുടെ ഇൻകമാണ്, താഴെയുള്ളത് നിങ്ങളുടെ എക്സ്പെൻസുമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത് ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല, നിങ്ങളുടെ പുറത്തുള്ളവർക്കും ഈ ടൂൾ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങളൊരു NRI ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാണിക്കുന്ന ഈ ബട്ടൺ കേട്ടോ, NRI, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ടാക്സും മറ്റു കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി പല സ്ഥലങ്ങളിലും ഇത് അപ്ഡേറ്റഡ് ആവും. നിങ്ങൾ NRI അല്ല എന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും ഓഫാക്കി വെക്കാനും മറക്കരുത്. ഇനി ഇവിടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബും കൂടി ഇതിനകത്തുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ, ഇവിടെ പോയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഏജും അതേപോലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എത്രയാണ്, നിങ്ങളുടെ ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂള് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും, സ്കോർ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ആ സ്കോർ എന്ന് പറയുന്നത് 6.3/10 ആണ്. 10ൽ 6.3 നിങ്ങളുടെ സ്കോർ. അതൊരു 7.5 അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആണ്. ഒരു 75 to 80% എബോവ് ആക്കുക. 10 out of 10 ആയി കഴിഞ്ഞാൽ വെരി ഗുഡ് എന്നേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്ക് മനസ്സിലാവും. ഡാഷ്ബോർഡ്, നമുക്ക് എത്ര അസറ്റ് ഉണ്ട്, നമ്മുടെ അലോക്കേഷൻസ്, അതായത് നമ്മൾ ഡൊമസ്റ്റിക്കലി എത്ര അലോക്കേഷൻ, ഇന്റർനാഷണലി എത്ര അലോക്കേഷൻ, ജോഗ്രഫിക്കലി എത്ര അലോക്കേഷൻ, ഏതൊക്കെയാണ് നിങ്ങളുടെ റിട്ടേൺ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കും കൂടി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ഹസ്ബൻഡിനെ വൈഫിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഇത് മനസ്സിലാവും. നിങ്ങളുടെ ഒരു കുടുംബത്തിന് ഒരു പ്രൊഫൈലെങ്കിലും ഇത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ കൃത്യമായിട്ട് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇത്ര വരുമാനമുണ്ട്, ഇത്ര ചിലവുണ്ട്, ഇത്ര മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാ സ്ഥലത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റിഡീം ചെയ്തെടുത്താൽ അവർക്കത് അടുത്തടുത്ത കാലങ്ങളിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഒരു ചെറിയ ഫീച്ചേഴ്സ് കൂടി പറയാം. നിങ്ങളുടെ ഇൻകം എൻ്റർ ചെയ്തു, നിങ്ങളുടെ എക്സ്പെൻസ് എല്ലാം എൻ്റർ ചെയ്തു. ഇത് എല്ലാ മാസവും ഒന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും സാലറി കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ പറ്റും, ഓട്ടോ എന്ന് പറയും. അത് എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടുത്തടുത്ത മാസങ്ങളിലോട്ട് ഇതിങ്ങനെ ആഡ് ചെയ്തു പോകും. നിങ്ങൾ എപ്പോഴും വന്ന് ഈ ടൂളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു 10% അഡീഷണൽ ആയിട്ട് എക്സ്പെൻസോ ഇൻകം ഉണ്ട്, അത് മാത്രം എൻ്റർ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത മാസത്തിലോട്ട് ട്രാക്ക് ചെയ്ത് എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, സേവിങ് ഉണ്ട്, ലയബിലിറ്റി കടങ്ങളുണ്ട്, എമർജൻസി ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്. നിങ്ങൾക്ക് ഹാർഡ് അസറ്റുകൾ ഉണ്ടെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഈ അതർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് കോയിനോ ഗോൾഡ് ഓർണമെൻറ്റ്സോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ ടൂള് യൂസ് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം ബേസിക് ഫീച്ചേഴ്സാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ ഫീച്ചേഴ്സ് എല്ലാം തന്നെ പ്രൊവേഷൻസ് വേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ രൂപ എവിടെ പോകുന്നു എന്നും ആ ഓരോ രൂപ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ നടത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിലൂടെ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കണക്ക് കാര്യങ്ങൾ നമ്മൾ പണ്ട് പെന്നും പേപ്പർ എടുത്ത് എഴുതി വെച്ചതിന് പകരം ഇന്ന് നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എല്ലാം അവൈലബിൾ ആകുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച നമുക്ക് മറ്റു വീഡിയോസായിട്ട് വീണ്ടും കാണാം.